സുഹ്റാൻ മംദാനി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. ന്യൂയോർക്കിൽ നവംബർ 4-ാം തീയതി നടക്കാൻ പോകുന്ന മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആഭ്യന്തര തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 33 വയസ്സുകാരനായ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണ് സുഹ്റാൻ മംദാനി. ഉഗാണ്ടയിലാണ് സുഹ്റാൻ ജനിച്ചതെങ്കിലും ഇന്ത്യയിലെ പ്രശസ്ത ബോളിവുഡ് സംവിധായകയായിരുന്ന മീര നായരുടെയും ഗുജറാത്ത് ബേസ്ഡായ അക്കാദമിഷ്യനായ മഹ്മൂദ് മംദാനിയുടെയും മകനായിട്ടാണ് സുഹ്റാൻ ജനിക്കുന്നത്. സുഹ്റാൻ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ജനപക്ഷപരമായ സോഷ്യലിസ്റ്റായിട്ടുള്ള ആശയങ്ങളാണ് നിലവിൽ അദ്ദേഹം തൻ്റെ മുദ്രാവാക്യങ്ങളായി ഉയർത്തുന്നത്. ഒരു മുതലാളിത്ത രാജ്യത്തിലെ സോഷ്യലിസ്റ്റ് നേതാവ് എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് അദ്ദേഹം ഉയർന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിലെ പ്രധാന മുദ്രാവാക്യങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ട്രാൻസ്പോർട്ടേഷൻ, ന്യൂയോർക്കിലെ റെന്റ് നിയന്ത്രിക്കുമെന്നുള്ള പ്രഖ്യാപനം, അതുപോലെ ക്ലൈമറ്റിനോടുള്ള അനീതിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രൊട്ടസ്റ്റ്, അൺഡോക്യുമെന്റഡ് ആയ ഇമിഗ്രൻസിൻ്റെ പ്രൊട്ടക്ഷൻ തുടങ്ങി കുറച്ചുകൂടി മനുഷ്യത്വപരമായ, അതുപോലെ ബഡ്ജറ്റിൻ്റെ അലോക്കേഷൻ വലിയ ശതമാനം സോഷ്യൽ സർവീസിലേക്ക് മാറ്റുമെന്നുള്ള തുടങ്ങി ജനോപകാരപ്രദമായ ജനപക്ഷം നിൽക്കുന്ന മുദ്രാവാക്യങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത്. മാത്രമല്ല ഗ്രാസ് റൂട്ട് മൊബിലൈസേഷനും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജയിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഒരു മുസ്ലിമായ യുവാവ് ഡെമോക്രാറ്റിക് സോഷ്യലിസം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ക്യാമ്പയിനും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ട്. സുഹ്റാൻ മംദാനിനെ ഇപ്പോൾ ആളുകൾ ജയിച്ചാൽ 9/11 ആവർത്തിക്കുമെന്നുള്ള പരാമർശം, കുടിയേറ്റം തടഞ്ഞില്ലെങ്കിൽ ഇതൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്ന ഇതെന്നുള്ള പരാമർശം, ഒരു മുസ്ലിം അൽഹംദുലില്ലാ എന്നൊരാൾ പറയുന്നത് നീ കേൾക്കേണ്ടി വരുമല്ലോ എന്നുള്ള വിലാപങ്ങൾ തുടങ്ങി ഇന്ത്യയിലെ വംശീയ വർഗീയവാദികൾ ഉയർത്തുന്ന തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ പറഞ്ഞത് ഭ്രാന്തനായ കമ്മ്യൂണിസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള വലിയ ശക്തമായ ക്യാമ്പയിൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനോപകാരപ്രദമായ പദ്ധതികളും അദ്ദേഹത്തിൻ്റെ ജനകീയ അടിത്തറയും വിജയിക്കാനുള്ള സാധ്യത ഏറുകയാണ്. ഒരു മുതലാളിത്ത രാജ്യത്തെ സോഷ്യലിസ്റ്റ് നേതാവായിട്ട് അദ്ദേഹം ഉയർന്നു വരുമോ എന്നുള്ളത് നവംബർ 4-ാം തീയതി തെരഞ്ഞെടുപ്പിൽ കാണാം.